ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു ചിക്കൻ പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പേട്ടക്കൊപ്പി ഒന്ന് മാറ്റി വെച്ചോട്ടെ. അതിന് നമ്മൾ എടുത്തേക്കുന്നത് ചിക്കൻ ബ്രസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കഴുകിയെടുത്ത് ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിൽ മുളക് പൊടി മസാല ഒന്നും പിടിക്കാതിരുന്നു. എൻ്റെ കഴുകാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. ഇങ്ങനെ കഴുകിയെടുത്തിട്ട് അതിലോട്ട് നമ്മൾ മുളക് പൊടി 1 2 2.4 അത് മതി. എന്നിട്ട് നിറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി എടുക്കണം. പണ്ടാരും ബോട്ടിൽ ഇതാരും അടച്ചു വെച്ച് തുറക്കാനും പറ്റുന്നില്ല. എന്നിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാണ് കുറച്ചിടുക. എന്നിട്ട് ഗരം മസാല എടുക്കുക. ഗരം മസാല ഒരു 1 1.25 കാല് എത്രയായി? 2 10 മതി. എന്നിട്ട് ഉപ്പെടുക്കുക. ഉപ്പൊരു സ്പൂണ് ഇട്ട് നോക്ക്. കുറച്ചുകൂടി ഇട്ടു. ഒരു 1.25 സ്പൂൺ ഇട്ടു മതി. എന്നിട്ടൊരു സാധനം എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കണം. അതും കൂടെ എടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുന്നതിന് മുന്നേ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് 2 ഇളക്കം പാത്രത്തിട്ട്. അപ്പോൾ അതെല്ലാം മാഞ്ഞു പൊക്കോളും. അതിൻ്റെ മണ്ടയിലോട്ട് കുറച്ചങ്ങോട്ട് ഇടുക. ഇത് മതിയായിരിക്കും. കുറച്ചുകൂടി ഇട്ടോ. ഇത് മതി. എന്തോരം വരുന്നോ അത്ര ഉള്ളൂ. അത്തോടരുത്. ഇത്ര അളവിലങ്ങോട്ട് ഇടുക. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യണം. അതിന് ഒരു സ്പൂണ് നമ്മൾ കഴുകിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇട്ട് ഇളക്കണം. ഇപ്പം കണ്ടോ, മൊത്തം സ്പൂണ് പിടിച്ചു കൊണ്ടാകണം. അതാണ് പ്രശ്നം. ഇതിലും ഭേദം കൈയിട്ട് ഇളക്കിയാൽ മതി. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് കുറച്ച് എണ്ണ വേണം തട്ടിക്കൂ. ആ സ്പൂണ് എണ്ണ ഒഴിക്കണം കേട്ടോ. അന്നേരം ഒട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഇളക്കണം. ഇളക്കി നമ്മൾ ആ ഉപ്പും മസാലയെല്ലാം കൂടെ ഒന്നാവണം. വേണമെങ്കിൽ പ്രസ് ചെയ്തു. ആഴ്ചക്കിത് മുളക് പൊടി ചാലിച്ച പോലെയൊക്കെ തോന്നും. പക്ഷെ ഇത് അടിപൊളി മസാലയാണ്. മറ്റിങ്ങനെ ഇത് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുക്കുക. കുറച്ച് നേരം അവിടെ വെക്കുക.
നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് നമുക്ക് ചിക്കൻ ഇടണം. അതിന് ചിക്കൻ എടുക്കുക. ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടക്കൂടെ ഇങ്ങനെ വരഞ്ഞു വെക്കണം. കണ്ടോ? അതുപോലെ ഇങ്ങനെ ഇങ്ങനെ വരയുമ്പോൾ കൈ പ്രത്യേകം നോക്കണം. മൂർച്ചുള്ള കത്തിയാണ്, കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. കണ്ടോ? ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഇടുക. അതുപോലെ എല്ലാം മുറിച്ചിടുക. ഇങ്ങനെ മുറിച്ച് അങ്ങോട്ടിട്ട് പോകും. കാണുമ്പോൾ ഒരു ലുക്കില്ലെങ്കിലും അപാര ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് കൈ നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതിങ്ങനെ മിക്സ് ചെയ്യുക. ഇതിലൊക്കെ അങ്ങോട്ട് പുരട്ടിയെടുക്കണം. പുരട്ടി മറ്റേ മുറിച്ചതിൻ്റെ അകത്തൂടെ എല്ലാം തേച്ച് പിടിപ്പിക്കണം. ഇതിങ്ങനെ പൊരിച്ച് കിട്ടുമ്പോൾ ടേസ്റ്റ് കൂടും. തേച്ച് നമ്മൾ ആ എണ്ണ ആദ്യം തേച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ പാത്രം കഴുകുമ്പോൾ എളുപ്പമായിരിക്കും. എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാത്രം നമുക്ക് കളയാൻ പറ്റും. എണ്ണ തേച്ചിട്ട് നമുക്കിത് വീണ്ടും പെട്ടെന്ന് കഴുകി കിട്ടും. മുളകിൻ്റെ എല്ലാം പോകും. അല്ലെ എത്ര ഉരച്ചാലും പോകില്ല. നമ്മളിങ്ങനെ തേച്ച് ഇതിലിങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ആക്കി എടുക്കാം. എന്നിട്ട് ഇതെടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം കേട്ടോ. വേണമെങ്കിൽ മൂടി വെച്ചാൽ മതി, എല്ലാം അപ്പം തന്നെ പൊരിച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ അടുത്ത പാത്രം എടുക്കണ്ടേ, ആ സമയം അത് മൂടി വെച്ചാൽ മതി. പാത്രം എണ്ണ ചൂടാക്കാൻ വേണ്ടിയുള്ള സമയം വരെ മൂടി വെച്ചാൽ മതി. അല്ലെ ഈ വൃത്തിയിട്ട മസാല എല്ലാം ഇത് പിടിച്ച് കേട്ടാൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. നമ്മൾ ഒരു പാത്രം എടുത്ത് എണ്ണ ഒഴിക്കണം. ഇത് പാത്രം ചൂടായിട്ട് എണ്ണ ഒഴിച്ചാൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ പാത്രങ്ങൾ എടുക്കണം. കാരണം ഇതെല്ലാം കഴിഞ്ഞ് നമുക്കിതെല്ലാം കഴുകി വെക്കേണ്ടതാണ്. ചെറിയ പാത്രം നോക്കി എടുക്കുക. പാത്രം ചൂടായോ എന്നറിയണമെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതിലോട്ട് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ അല്ല, അളവ് വീട്ടിൽ എന്തോരം ഉണ്ടോ അത്ര ഒഴിച്ചു. മുമ്പടി ഒഴിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മുങ്ങണ്ട, ഇത്ര അങ്ങോട്ട് ഒഴിക്കുക. ഇത് ഇനി ചൂടാന്ന് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് ഒരു കാര്യം മറന്നുപോയി, കരിവേപ്പില എടുക്കണം. കരിവേപ്പില നമ്മൾ കഴുകിയെടുത്ത് നമ്മുടെ അടുത്ത് തന്നെ വെക്കണം. കരിവേപ്പില ഇടണ്ട കേട്ടോ. ഒരു മിനിറ്റ്. ഇതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ വൃത്തികെട്ട പുക വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുക എണ്ണ ചൂടായിട്ടുണ്ടെന്ന്. ഇനി ഇതിലോട്ടിടാം കരിവേപ്പില നമ്മൾ കഴുകിയെടുത്തത്. ഇങ്ങനെ അതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എണ്ണ കുറച്ച് പോയ ലക്ഷണം കാണുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളമില്ലാത്ത കരിവേപ്പില വേണം ഇടാൻ, വെള്ളം പോയതിന് ശേഷം. അത് കഴിഞ്ഞിട്ട്
നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കനില്ലേ അതെടുക്കുക. ലോ ഫ്ലെയിമിലോട്ടാക്കണം കേട്ടോ. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്ന കരിഞ്ഞു പോകും. അതിന് നമ്മൾ മസാല തേച്ച ചിക്കൻ എടുത്ത് ഇങ്ങനെ പയ്യെ അങ്ങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഉണ്ടോ? കുറച്ച് വലിയ പാത്രം വേണേ എടുത്തോ കേട്ടോ. അത് മതി, ഇത്രയും ചെറിയ പാത്രം എടുത്താൽ മതി. എന്നിട്ട് ആ പാത്രത്തിലുള്ള മസാല നമ്മൾ മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ അത് കൈ ഇങ്ങനെ അച്ചപ്പ് ചെയ്ത് കൊടുത്തേ, കളയണ്ട. അങ്ങനെ ഇങ്ങോട്ട് തേച്ച് വെക്കുക. എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ കൊള്ളരുത്. കൊച്ചു പിള്ളേരൊന്നും ഇതൊന്നും ചെയ്തേക്കില്ല. ഒക്കെ കുറച്ച് ഡേഞ്ചർ പരിപാടിയാണ്. എന്നിട്ടിത് മൂടി വെക്കുക. മൂടി വെച്ചൊരു പുക വരുന്ന ഒരു ലക്ഷണം കണ്ടാൽ ഓഫ് ചെയ്യുക. അതുവരെ മൂടി വെച്ച് വേവിക്കുക. ഗായ്സ്, ഇത് പുക വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഏകദേശം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാവുന്ന പരിപാടി. ഒന്നും കരിഞ്ഞു പോയതല്ല കേട്ടോ, മസാല അടുക്കി പിടിക്കുക. നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം പെട്ടെന്ന് തന്നെ. തീ ഓഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് എന്തെങ്കിലും കാരണവശാൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് തീരും. ഒന്നിനും ധൃതി വെക്കാതെ എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടോ, നല്ല അലുവ കഷ്ണം പോലത്തെ ചിക്കൻ. പൊടിയടിച്ച് കഴിയുമ്പോൾ ചുമയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കുക. ഉണ്ടോ, ഇങ്ങനെ പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി മാറ്റി വെക്കുക. പ്ലേറ്റിലോട്ടെടുത്ത് നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക. നമുക്ക് കൂട്ടുകാരുടെ കൂടെയോ ആരുടെ കൂടെയൊക്കെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം.